വരിക ഒരു സാധനം കൊണ്ടുവന്നിരിക്കണു. എന്താണ്? എന്നാടാ മോനെ? എനിക്ക് വേണ്ടത് എന്നാന്ന് ഞാൻ പറയാം. എടാ ഞാനിത് പറയാം എന്നാന്ന്. ഇത് എന്നാലും എന്നായിരിക്കും എടാ? അതെ അതെ അതെ. എന്നത്? എടാ മോനെ ഇതെന്നാ അടിപൊളി സാധനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ പഴയ കോവിഡ് കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും അല്ലേ? കോവിഡ് ഒന്നുമല്ല, എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് ചുമയൊക്കെ ആയിട്ട് അല്പം സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാസ്ക് വെച്ചിട്ട് നടന്നോളാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് ഇന്ന് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ സർപ്രൈസ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാണാൻ. നമ്മൾ നേരത്തെ അനിയനും അനിയത്തിക്കൊക്കെ ഫോൺ മേടിക്കുന്ന വീഡിയോസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു പ്രിൻ്റർ കൊടുക്കാൻ പോകണം എൻ്റെ ചേച്ചമ്മയ്ക്ക് ഒരു ഫുഡ് ബിസിനസ് ഉണ്ട്. കൊതി ഫുഡ്സ് എന്നാണ് പേര്. പാക്കേജ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ചമ്മന്തിപ്പൊടി, അച്ചാറ്, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചേച്ചിമ്മ ഇങ്ങനെ ബിസിനസ് ഓരോ മാസം കൂടുന്തോറും ഇങ്ങനെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് GST ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിമ്മ കടകളിലേക്ക് ബില്ല് കൊടുക്കുമ്പോഴത്തേക്ക് മാനുവലായിട്ട് ബിൽ ബുക്ക് എടുത്ത് അതിൽ എഴുതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു പ്രിൻ്റർ മേടിക്കാതെ. അപ്പോൾ ചേച്ചിമ്മ പറഞ്ഞു അയ്യോ മോനെ ഇപ്പോൾ അതിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രിൻ്റർ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ചേച്ചിമ്മയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. എന്നാലും ഒട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ല. ഇനി ഞാൻ നേരത്തെ പ്രിൻ്റർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വല്ലതും ചിന്തിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒരു ഐഡിയ ഇല്ല. നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ഇടിച്ചു കയറി ചെന്ന് സാധനം കൊടുക്കാൻ പോകണം. നമുക്ക് നോക്കാം എന്താണ് റിയാക്ഷൻ എന്ന്. അങ്ങനെ നമ്മുടെ ഇവിടെ ക്യാമറ ചെയ്യാൻ ഇന്ന് വർമ്മയുണ്ട്. അപ്പം ചേച്ചിമ്മ പുറകെ എന്തോ പരിപാടിയില്ല. അയ്യോ ഇവിടെ കാക്കത്തീട്ടം. ഓക്കെ, അങ്ങനെ നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വർമ്മയുണ്ട് നമ്മുടെ കൂടെ. ഓക്കെ, സാധനം ഇവിടെ വെച്ച് ഇനി നമുക്ക് ചേച്ചിമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാ. അതാ ബുദ്ധി അല്ലടാ. വരിക ഒരു സാധനം കൊണ്ടുവന്നിരിക്കണു. എന്താണ്? എന്നാടാ മോനെ? ഇതെന്നാന്ന് ഞാൻ പറയട്ടെ. എന്നാ? എനിക്ക് വേണ്ടത് എന്നാന്ന് ഞാൻ പറയാം. ഇത് കറക്റ്റ് ഞാൻ പറയാം. പ്രിന്റർ ആണോ? പൊട്ടിച്ചു നോക്ക്. വേറെ സാധനം. എന്തിനാടാ നീ വീഡിയോ എടുക്കുന്നേ? എടാ ഞാനിത് പറയാം എന്നാന്ന്. എടാ ഇത് പ്രിന്ററാ. അല്ല. എടാ മോനെ നീ പൊട്ടിക്കടാ ഇത്. ഇത് എന്നാലും എന്നായിരിക്കും എടാ? അതെ അതെ അതെ. എന്നത്? ഞാൻ പറഞ്ഞില്ലേ. അയ്യോ അയ്യോ മേല. നീ ചേച്ചിമ്മ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചില്ലല്ലേ? ഇനി ഒരു സാധനം കൂടെ വേണം. എന്നാ ഇനി എന്നാ? അത് സെറ്റ് ചെയ്യാം. കമ്പ്യൂട്ടറായി, പ്രിന്ററായി. ഇനി അങ്ങോട്ട് പണിയെടുത്തോളുക. അയ്യോ എടാ മോനെ ഇതെന്നാ അടിപൊളി സാധനം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നാലും എന്നാടാ സാധനം. ഓണാക്കണമെങ്കിൽ വൈഫൈ വേണം. ആണോ? വൈഫൈ വഴി കണക്ട് ചെയ്യണം. നിക്ക് ബാക്കി എക്സ്പീരിയൻസ് കാണാൻ വരട്ടെ. അതിനു മുമ്പ് നമുക്ക് പ്രിന്ററിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ബ്രദറിന്റെ മോണോക്രോം ലേസർ പ്രിന്റർ. അപ്പോൾ ഇതിന്റെ മോഡൽ നമ്പർ HLL2440DW എന്ന മോഡലാണ്. പഴയ പോലെ മോഡൽ നമ്പറൊന്നും കാണാൻ പഠിച്ച് പറയാനൊന്നും പറ്റത്തില്ല, പ്രായമായി. പോട്ടെ, സാരമില്ല. അപ്പോൾ ഇത് നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള നമ്മുടെ ഹോം അല്ലെങ്കിൽ ഓഫീസ് യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് പ്രിൻ്ററാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്വിച്ചുകളൊക്കെ ഉള്ളൂ. ഒരുപാട് സ്വിച്ചുകളൊന്നും വാരിക്കോരി തന്നിട്ടില്ല കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ചെറിയൊരു ഡിസ്പ്ലേയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രിൻ്റർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ചെറിയ ഡിസ്പ്ലേയിലൂടെ നമുക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ഇതൊരു വയർലെസ് പ്രിൻ്ററും കൂടിയാണ്. ഈ ഒരു പ്രിൻ്ററിൻ്റെ സെറ്റപ്പ് പ്രോസസ്സ് വളരെ ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രോഡക്റ്റ് ബോക്സിനുള്ളിൽ ഒരു ഡീറ്റെയിൽഡ് ഗൈഡ് ഉണ്ടായിരുന്നു ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു ആപ്പ് ഉപയോഗിച്ച് ഇതിലെ വൈഫൈ ഒക്കെ കോൺഫിഗർ ചെയ്ത് വയർലെസ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ബ്രദറിൻ്റെ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോണിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കമ്പ്യൂട്ടറിൽ നിന്നും നെറ്റ്വർക്കിലൂടെ നമുക്ക് പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രദറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കോൺഫിഗർ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്ത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും നെറ്റ്വർക്ക് വഴി ഈ ഒരു പ്രിൻ്ററിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാവുന്നതാണ്.
ഈ വയർലെസ് കണക്ടിവിറ്റി ഉള്ളതിൻ്റെ ഒരു കൺവീനിയൻസ് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പണ്ടൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് USB കേബിൾ വഴിയാണ് പ്രിൻ്ററിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് മാത്രം മതി. നമുക്ക് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ വളരെ ഈസി ആയിട്ട് വയർലെസ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അതല്ല, നിങ്ങൾ വയർഡ് കണക്ടിവിറ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ബ്രദർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വയർഡ് ആയിട്ടും കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. മാർക്കറ്റിലുള്ള മറ്റ് പ്രിൻറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രിൻ്ററിനെ മികച്ചതാക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രിൻറ്റിംഗ് സ്പീഡാണ്. 30 പേജ് വരെ 1 മിനിറ്റിൽ നമുക്ക് ഈ ഒരു പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗ് ആണ്. അതായത് ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന മറ്റു പ്രിന്ററുകളിൽ നമ്മളായിട്ട് പേപ്പർ മാനുവലി എടുത്ത് തിരിച്ചിടേണ്ട ആവശ്യമുണ്ട് 2 സൈഡിലും പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ. എന്നാൽ ഇതിൽ ഈ പ്രിന്റർ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ മാർക്കറ്റിലുള്ള മറ്റ് പ്രിന്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ടോണറിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന പേപ്പറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 1200 to 1600 റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് 3000 പേജ് വരെയാണ് ഒരു ടോണർ യൂസ് ചെയ്ത് പ്രിന്റ് ഔട്ട്സ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് ഇഞ്ചറ്റ് പ്രിൻ്ററൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രിൻറ്റിംഗ് കോസ്റ്റ് അല്പം കൂടുതലാണ്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പ്രിൻ്റ് ഔട്ട്സിൻ്റെ ടെക്സ്റ്റിൻ്റെ ഒക്കെ ക്വാളിറ്റിയാണ്. വളരെ ക്രിസ്പും ബ്രൈറ്റും ഡീറ്റെയിൽഡും ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ് ഈ ഒരു പ്രിൻ്റർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഞാൻ ഫോണിൽ ഒരു ഡോക്യുമെൻ്റ് എടുത്തു, പ്രിൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻ്റർ സ്ലീപ്പിലാണ്. സൗണ്ട് കേട്ടോ, പുള്ളി പണി തുടങ്ങിയിട്ടുണ്ട്. ദേ എന്ത് പെട്ടെന്നാണ് നമ്മുടെ പ്രിൻ്റ് വന്നത് കണ്ടോ. ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞ് ടെക്സ്റ്റ് ഏറ്റവും ചെറിയ സൈസിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ക്ലോസപ്പ് കാണിക്കുക കേട്ടോ. കണ്ടോ എന്ത് ക്രിസ്പാണ് ടെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ. ഈ ഒരു പ്രിൻ്ററിൻ്റെ ട്രേ കപ്പാസിറ്റി എന്ന് പറയുന്നത് 250 ഷീറ്റാണ്. 250 ഷീറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് പുറമെ നമുക്കിവിടെ ഒരു സിംഗിൾ ഷീറ്റ് ട്രേ കൂടി ഉണ്ട്. അതായത് ഇതിലേക്ക് ഓരോ ഷീറ്റായിട്ട് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്തും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം. ഈ ഒരു പ്രിൻ്റർ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലേഴ്സിനെ തപ്പിയെടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻ്റർ വാങ്ങാവുന്നതാണ്. നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഫീച്ചേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് 2 ദിവസം താമസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ട് വാ. ഇത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ടൈപ്പ് ചെയ്തെല്ലാം വെച്ചേക്കുവാണല്ലോ. എന്നിട്ട് ഇവിടെ പ്രിൻ്റ് എടുത്തിട്ട് പ്രിന്റ് കൊടുക്കുക. എന്നിട്ട് 2 കോപ്പീസ് എടുക്കുക. 2 കോപ്പി എടുത്താൽ ഒരെണ്ണം നമുക്കും കാർബൺ കോപ്പി അത് തന്നെ. എന്നിട്ട് പ്രിന്റർ എടുത്തിട്ട് നമ്മൾ ബ്രദർ കൊടുക്കുന്നു, ഒരു കോപ്പി കൊടുത്തിട്ട് പ്രിന്റ് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ സാധനം വരും. കണ്ടോ, ഇത് 2 സൈഡാണോ പ്രിന്റ് ചെയ്തത്? ഇത് ഒരു പേജേ ഉള്ളോ? ഇത് 2 പേജായിട്ടാണ് വരേണ്ടത്. ഞാൻ സെറ്റിങ്സ് മാറിപ്പോയതാ, ഒന്നുകൂടെ എടുക്കാം. ഇത് ഇങ്ങനെ വരും ബില്ല്. അടിപൊളി. ഇനി ഗൂഗിൾ പേ ഒന്ന് എടുത്തേ ചേച്ചിമ്മ. എന്നിട്ട് ഇത് നിർത്തിട്ട് സ്കാൻ ചെയ്തത്. അയ്യോ അടിപൊളി. പടമൊക്കെ വരും. പേയിങ് കൊതി ഫുഡ്സ് ബാങ്കിങ് ഈ എമൗണ്ട് ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. കടക്കാരോട് പേ ചെയ്യാൻ പറഞ്ഞത് കൊടുത്ത്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ പ്രിന്റ് ബോത്ത് സൈഡാ കൊടുത്തത്. അതായത് 2 സൈഡിൽ തന്നെ വന്നത്. അത് ഈ പ്രിന്ററിന്റെ ഒരു പ്രത്യേകത. നമ്മൾ പേപ്പർ കമത്തി ഇടാതെ ഇത് തന്നെ പ്രിന്റ് ചെയ്യും അപ്പുറത്തും ഇപ്പുറത്തും. ഇനി ഇതുണ്ട്, പ്രിന്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആക്കി ഇട്ടിട്ട് പ്രിന്റ് കൊടുത്താൽ 2 സെപ്പറേറ്റ് ഷീറ്റ് ആയിട്ട് വരും. അല്ല ഭയങ്കര ഫാസ്റ്റ് ശരിക്കും. ഇത് തന്നെയാണോ? മനസ്സിലായി. ബോത്ത് സൈഡും സിംഗിൾ സൈഡും ആയിട്ട് എടുത്തതാ. എങ്ങനെയുണ്ട് ബില്ല് ക്വാളിറ്റി പ്രിന്റിന്റെ? ഇത് നല്ല അടിപൊളിയല്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രിന്റർ, ഭയങ്കര ക്ലാരിറ്റി. ഇതുണ്ട്, ടെക്സ്റ്റ് ഒക്കെ ഭയങ്കര ക്രിസ്പാ. എന്നാ പിന്നെ അടുത്ത കടയിൽ പോയി സാധനം കൊടുക്കാൻ വരിക. സൂപ്പർ പ്രിന്റർ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എന്തായാലും ഞങ്ങൾ ലോങ് ടേം ഉപയോഗിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് കുറേ നാൾ കഴിഞ്ഞായിരിക്കുമല്ലോ. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇനിയും മറ്റൊരു ടെക്നോളജി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.